നമ്മളെല്ലാവരും നീതിയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട് അല്ലേ? പക്ഷെ ഒരു ജയിലിന്റെ 4 ചുമരുകൾക്കുള്ളില് ആ നീതിയുടെ രൂപം എന്തായിരിക്കും? അവിടെ നമ്മുടെ ആദർശങ്ങളും അവിടുത്തെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ എത്ര വലിയ അന്തരമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു യഥാർത്ഥ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. തന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു തീരുമാനമെടുക്കേണ്ടി വന്ന ഒരു പുതിയ ജയിൽ ഉദ്യോഗസ്ഥയുടെ കഥ. അപ്പൊ നമുക്ക് മേരി കെ സ്റ്റോറിനെ പരിചയപ്പെടാം. നല്ല വിദ്യാഭ്യാസവും ഉയർന്ന ആദർശങ്ങളുമൊക്കെയായി വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ ഒരു പുരുഷന്മാരുടെ ജയിലില് ജോലിക്ക് ചേർന്ന ഒരു യുവതിയാണവർ. ജോലിയിൽ പ്രവേശിച്ച് അധികം വൈകാതെ അവരുടെ ഒരു മേലുദ്യോഗസ്ഥൻ, ഒരു സർജന്റ്, അവരെ ഉപദേശിക്കുകയാണ്. തടവുകാരോട് ഇത്ര മര്യാദയോടൊന്നും പെരുമാറരുത്, അത് അപകടമാണ്, ഈ ജോലിക്കത് പറ്റില്ല എന്നൊക്കെയായിരുന്നു ആ ഉപദേശം. സംഗതി കുറച്ചുകൂടി ഗൗരവമുള്ളതായിരുന്നു. ആ സർജന്റ് ഒരു പ്രത്യേക തടവുകാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, അയാൾ ഒരു വൃത്തികെട്ട ബേബി റേപ്പറാണെന്ന്. എന്നിട്ട് സ്റ്റോറിനൊരു മുന്നറിയിപ്പും കൊടുത്തു, നിങ്ങളുടെ ഈ ദയയും മര്യാദയുമൊക്കെ കാരണം അയാൾ നിങ്ങളെ നോട്ടമിടാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ ജയിലിലെ രീതികളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു വലിയ സമ്മർദ്ദം അവരുടെ മേലുണ്ടായി. അപ്പൊ സ്റ്റോർ എന്തു ചെയ്തു? അവർ ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അടുത്ത തവണ ആ തടവുകാരനെ കണ്ടപ്പോൾ മിസ്റ്റർ എന്ന് വിളിച്ചില്ല, വെറും സ്മിത്ത് എന്ന് വിളിച്ചു. മുഖത്തുപോലും നോക്കാതെ കുറച്ചു പരുഷമായി സംസാരിച്ചു. ആ നിമിഷം തന്നെ മേലുദ്യോഗസ്ഥന്റെ അംഗീകാരം കിട്ടി. അയാള് സ്റ്റോറിന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, സ്റ്റോർ, നിങ്ങളും ശരിയായിക്കൊള്ളും. അങ്ങനെ ആ ജയിലിലെ ഒരു രീതിയിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. പക്ഷേ ആ ഒരു അംഗീകാരം കിട്ടിയതില് അവർക്കൊട്ടും അഭിമാനം തോന്നിയിരുന്നില്ല. സ്റ്റോറിന്റെ ഈ അനുഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ. ഇത് ശരിക്കും ജയിലുകൾക്കുള്ളിൽ നിലനിൽക്കുന്ന ചില ശക്തമായ വ്യവസ്ഥകളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. 1. ജയിലുകൾ പൊതുസമൂഹത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരിടമാണ്. 2. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. 3. തടവുകാരുടെ അവസ്ഥയോ, അവർക്ക് കാര്യമായ ശക്തിയോ അവകാശങ്ങളോ ഇല്ല. ഇതിന്റെ എല്ലാം കൂടെ അവിടുത്തെ ഒരു മോശം ഉപസംസ്കാരവും ചേരുമ്പോൾ അധാർമികമായ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുന്നു. ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് നോബിൾ കോസ് കറപ്ഷൻ. അതായത് ഒരു നല്ല കാര്യത്തിനു വേണ്ടിയല്ലേ എന്ന് സ്വയം ന്യായീകരിച്ച് ഉദ്യോഗസ്ഥർ നിയമങ്ങളും ധാർമ്മികതയുമൊക്കെ ലംഘിക്കുന്ന ഒരവസ്ഥ. സ്റ്റോറിനോട് ആവശ്യപ്പെട്ടതുപോലെ ചില കൊടും കുറ്റവാളികളോട് മോശമായി പെരുമാറുന്നത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങളെയും പ്രവണതകളെയും പ്രതിരോധിക്കാനാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് വ്യക്തമായ ധാർമ്മിക തത്വങ്ങളും മൗലികാവകാശങ്ങളും അടിസ്ഥാനമായി നൽകിയിട്ടുള്ളത്. നീതിയെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായി 2 ചിന്താധാരകളുണ്ട്. ഡിയോണ്ടോളജിക്കൽ രീതി അനുസരിച്ച് ഒരു പ്രവൃത്തിയുടെ ഫലം എന്തായാലും കുഴപ്പമില്ല, ആ പ്രവൃത്തി സ്വയമേ ശരിയാണോ തെറ്റാണോ എന്നാണ് നോക്കുന്നത്. എന്നാൽ ടെലിയോളജിക്കൽ രീതിയിലാണെങ്കിൽ ഒരു പ്രവൃത്തിയുടെ അന്തിമഫലം നല്ലതാണോ എന്നാണ് പ്രാധാന്യം. ഈ തത്വങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമപരമായ രൂപമാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നാണ് ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. അതായത് ഭരണകൂടം ഒരാളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചാൽ ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന ഈ നിയമം നമ്മുടെയൊക്കെ വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ ഒരു ആണിക്കല്ലാണ്. പക്ഷേ ഇത്രയൊക്കെ സുരക്ഷാ സംവിധാനങ്ങളുണ്ടായിട്ടും ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാറുണ്ട്. അതിന്റെ ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണം കാണാൻ നമുക്ക് ഇന്ത്യയിലെ ജയിൽ സംവിധാനത്തിലേക്ക് ഒന്നു നോക്കാം. ഈ കണക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും. 75.8%. ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്നവരിൽ 75%-ലധികം പേരും വിചാരണ തടവുകാരാണ്. അതായത് അവരുടെ മേലുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല. വിചാരണയും കാത്ത് ജയിലിൽ കഴിയുന്നവരാണ് ഭൂരിഭാഗവും. ഈ പ്രതിസന്ധി ചില സംസ്ഥാനങ്ങളിൽ വളരെ രൂക്ഷമാണ്. ഉദാഹരണത്തിന് വനിതാ തടവുകാരുടെ എണ്ണത്തിൽ ഉത്തർപ്രദേശാണ് ഏറ്റവും മുന്നിൽ. അപ്പോ ഇത്രയും വലിയ സമ്മർദ്ദത്തിലുള്ള ഒരു സംവിധാനത്തെ എങ്ങനെ നേരെയാക്കാൻ പറ്റും? ഇവിടെയാണ് വളരെ കൃത്യമായ ഒരു ഇടപെടൽ എങ്ങനെ നീതിയുടെ തട്ട് ശരിയാക്കാൻ സഹായിക്കുമെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണിതിനൊരു പരിഹാരം? ഉത്തരം വളരെ ലളിതമാണ്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ് നിയമസഹായം. അത് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് വഴി. ഇവിടെയാണ് പ്രിസൺ ലീഗൽ എയ്ഡ് ക്ലിനിക്കുകൾ അഥവാ PLACസിന്റെ പ്രസക്തി. ഇവ ജയിലിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അഭിഭാഷകരും നിയമസഹായകരും അവിടെയുണ്ടാകും. അവർ തടവുകാർക്ക് നിയമോപദേശം നൽകുന്നു, അവരുടെ കേസുകൾ കൃത്യമായി കോടതിയിലെത്തിക്കുന്നു,
ചുരുക്കത്തിൽ തടവുകാരനും കോടതിയും തമ്മിലുള്ള ഒരു പാലമായി ഇവർ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള ഇത്തരം ക്ലിനിക്കുകളെക്കുറിച്ചുള്ള ഒരു പഠനം കാണിക്കുന്നത് ഇവയുടെ സ്വാധീനം എത്ര വലുതാണെന്നാണ്. ഈ ക്ലിനിക്കുകളുടെ സഹായം ലഭിച്ച പ്രതികളുടെ കുറ്റവിമുക്തി നിരക്ക് 3.8% വർദ്ധിച്ചു. ഇത് കാരണം ഒരു വർഷം ഏകദേശം 31,055 പേരാണ് അനാവശ്യമായി ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഒന്നോർത്തുനോക്കൂ, 31,000-ലധികം ജീവിതങ്ങൾ. ഇനി ഇതിന്റെ സാമ്പത്തിക വശം നോക്കിയാലോ? അതും വളരെ രസകരമാണ്. നിയമസഹായത്തിനായി ചെലവഴിക്കുന്ന ഓരോ ഡോളറിനും, അതായത് ഏകദേശം 80 രൂപയ്ക്ക്, സമൂഹത്തിന് തിരികെ ലഭിക്കുന്നത് $7.60, അതായത് 600 രൂപയിലധികം പ്രയോജനമാണ്. ജയിൽ ചെലവ് കുറയുന്നതും പുറത്തിറങ്ങുന്നവർക്ക് ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നതുമെല്ലാം ഇതിൽപ്പെടും. അപ്പോൾ നമ്മളിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ അടിസ്ഥാനപരമായ നിയമസഹായം നൽകുന്നതിലൂടെ നീതിയുടെ തട്ട് നേരെയാക്കാൻ സാധിക്കുമെങ്കിൽ ഇതുപോലെ നമ്മൾ കാണാതെ പോകുന്ന എത്രയെത്ര ലളിതമായ പരിഹാരങ്ങൾ നമ്മുടെ സമൂഹത്തിലെ മറ്റു വലിയ പ്രശ്നങ്ങൾക്കുണ്ടാകാം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ?